ഹായ് ഹലോ. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചയായി. ആ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ തോർന്നു. നമ്മൾ മുകളിൽ കയറി ഫുള്ള് സിലിക്കോൺ കാര്യങ്ങളെല്ലാം അടിച്ച് ലീക്ക് വരുന്ന ഭാഗം ഒരു 4-5 ഭാഗമാണ് ലീക്ക് വന്നിരുന്നത്. അവിടെയെല്ലാം ഫുള്ള് ഒന്നും കൂടെ ആദ്യം ഫുള്ള് അതിൻ്റെ ഇടയിൽ സിലിക്കോൺ അടിച്ചിട്ട് അതിൻ്റെ ആ ഏരിയയിലുള്ള സ്ക്രൂ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത മഴ വന്നു കഴിഞ്ഞാലാണ് എന്താ എങ്ങനെയാണെന്നുള്ള അറിയുള്ളൂ. എന്താണേലും ലാസ്റ്റത്തെ നമ്മുടെ ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് വൈറലായി കയറിയിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ 7-8 മാസത്തോളമായി ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. കുറേ പേര് സപ്പോർട്ട് ചെയ്തു, കുറച്ച് പേര് കളിയാക്കി, കുറച്ച് പേര് കുറ്റം പറഞ്ഞു. നമ്മൾ എന്താണ് എല്ലാം അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ വീട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ 7 ലക്ഷമാണ് ഫസ്റ്റ് എൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. അതിൽ മറ്റേ നമ്മൾ ഈ ചുറ്റിനും ഫുള്ള് ചുമര് കെട്ടിയതും പിന്നെ മുകളിലേക്ക് റൂം എടുത്തതും സീലിംഗ് ചെയ്തത്, TV യൂണിറ്റ് ചെയ്തത്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നതോടുകൂടിയിട്ട് 7 ലക്ഷം എന്നുള്ളത് 10 ലക്ഷത്തിലേക്ക് എത്തി. പിന്നെ നമ്മുടെ പുറം പണിയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് 11 ലക്ഷം രൂപയാണ് നമുക്കിപ്പോൾ മൊത്തം ചിലവ് വന്നിരിക്കണേ. നമ്മൾ 24-ാം തീയതി പാലാച്ചിൽ നടത്തി. അതിനുശേഷം കയറിയിരുന്നു. കണ്ടിന്യൂസ് നമ്മളിവിടെ താമസിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്കായിട്ട് ഞാൻ ഇതിലെങ്കിലും പോയി കഴിഞ്ഞാൽ താമസം കുറവാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇവിടെ തന്നെയാണ് താമസം. എന്തായാലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആ കഴിഞ്ഞ വീഡിയോസിൽ കുറേ കമൻറ്റുകൾ വന്നതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 അടുപ്പിച്ച് വന്ന കമൻറ്റുകൾ എന്തായിരുന്നു വെച്ചാൽ, ഈ വീട് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് വന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് ഇടുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വീട് എന്നുള്ളൊരു സജഷൻ ഇല്ല. കാരണം നമ്മുടെ കേരളത്തിൽ വീട് വയ്ക്കുന്ന ഒരു ശതമാനം ആൾക്കാർ എപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന വീടുകളാണ്. അപ്പോൾ അതിന് എന്താണ് ചെറിയ ചെറിയ പോരായ്മകൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതെല്ലാം മേക്ക് ഓവർ ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ് അതിലെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു കോൺക്രീറ്റ് വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ആ കോൺക്രീറ്റ് വീട് വെറും കോൺക്രീറ്റ് വീടോട് കൂടിയിട്ട് പണി നിർത്താൻ സാധിക്കില്ല. കാരണം കോൺക്രീറ്റ് വീടുണ്ടാക്കി അതിൻ്റെ മുകളിൽ പിന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്ത്, ആ വാട്ടർ പ്രൂഫിങ് ചിലപ്പോൾ 1-2 വർഷം നിൽക്കും. അത് കഴിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിനപ്പുറം പിന്നെ ഒന്നിലെ ട്രസ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെ മുകളിലേക്ക് വീണ്ടും ഒരു നിലയെടുത്ത് അത് ഷീറ്റ് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഏത് ടൈപ്പ് വീട് എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും പോരായ്മകളുണ്ട്. അത് മെയിനായിട്ട് വർഷകാലത്താണ് ഏറ്റവും വലിയ പോരായ്മ വരുന്നത്. വെള്ളം എങ്ങനെ പോയി കഴിഞ്ഞാലും വെള്ളം കിനിയും. ഇപ്പോൾ നമ്മൾ ചുമര് കെട്ടിപ്പൊക്കി ഫുള്ള് പെയിൻ്റ് അടിച്ചാലും ശരി, പെയിൻറ്റിന് എന്തായാലും ഒരു 2-3 വർഷമല്ലേ വാറണ്ടിയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ ആ ഒരു ചോദ്യം നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വീടല്ല എന്നുള്ളൊരിത് അത് വെറും മണ്ടത്തരമാണ്. ബോധമുള്ളവരുണ്ടായിരുന്നു, കുറേ പേരുടെ കമൻറ്റുകളുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ വീട് വെക്കണം എന്ന ആഗ്രഹമുള്ളവർ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ, എന്ത് ചെയ്യാൻ തോന്നുന്നോ ആ രീതിക്ക് എന്നെ മുന്നോട്ട് ഫോർവേഡ് ചെയ്യണം. ഇപ്പോൾ എന്തെന്ന് പറയണേ, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് 11 ലക്ഷം രൂപയ്ക്ക് നിനക്ക് സാധാരണ വീട് നല്ല അടിപൊളിയായി പണിയാം. എൻ്റെ ഈ വീട് ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഇതിന് 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ മാത്രമാണ് എനിക്ക് ചിലവ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് സിറ്റ് ഔട്ട് എടുക്കാനുണ്ട്, കോട്ടയാണ്ട് വർക്ക് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ ആ വക കാര്യങ്ങളിലൊന്നും പ്രസക്തിയില്ല. നിങ്ങൾക്ക് ഒരു ചെറിയ വീട്, ചെറിയ ബഡ്ജറ്റിലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക, എല്ലാം തനിയെ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ഉള്ളിലേക്കൊന്നും നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. ആ പഴയ പോലെയൊക്കെ തന്നെയാണ്. എന്നവർക്ക് വേണ്ടിയിട്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഡൈനിങ് ലിവിങ്ങിൽ വേറെ സെറ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടിട്ടില്ല. പിന്നെ മുകളിലേക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റെപ്പ് ഫുള്ളായിട്ട് നമ്മൾ സ്പോഞ്ച് ഒട്ടിച്ച് കഴിഞ്ഞായിരുന്നു. ടി വി കറക്റ്റ് ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടി വി കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ നമ്മൾ റൂമിൽ ഇപ്പോൾ കൊച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ഫാന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഒന്നും കൂടെ ഒന്ന് അപ്പുറത്തേക്ക് നീക്കിയിടണം. കർട്ടൻ സെറ്റ് ചെയ്തു. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഡൈനിങ്ങിലാണേലും നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഞാൻ വർക്കുമായിട്ട് പോകുന്നതുകൊണ്ട്. പിന്നെ അതാ കിച്ചണാണ് ആകെ അപ്ഡേഷൻ. കിച്ചണിൽ മാത്രമാണ് 1 by 1 ആയിട്ട് വരുന്നുള്ളൂ. ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ഫുൾ ഫാമിലി എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയാണ്. പിന്നെ എന്തെന്ന് പറയുന്നത്, നമ്മൾ ചെറിയൊരു വിറകടുപ്പ് നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തു. അത് എന്തെന്നാണ്, കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരു വിറകടുപ്പ്. ഇത് തന്നെ ധാരാളം. ഇത് തന്നെ ഭയങ്കര ഒരു എന്തെന്നാണ്, 2 ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ട് ഇതേപോലെ ചെറിയൊരു വിറകടുപ്പും. അതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടി. ഈ ഒരു വൈബ് വേറെ കേട്ടോ. ഈ ഒരു വൈബ് എത്ര ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ ഫ്ലാറ്റിനകത്തും ഈ ഒരു ഓളം കിട്ടൂല. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്നലെ എല്ലാവരും കൂടെ കൂടി ചക്കപ്പുഴുക്കും ബീഫും ഒക്കെ ആയിട്ട് അങ്ങനെ ഫുള്ള് വൈബായിരുന്നു. അപ്പോൾ അനിയനും ലീവിന് വന്നിട്ടുണ്ട്. അനിയനിപ്പോൾ വന്ന് ഫുള്ള് വണ്ടി കഴുകലിലാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ ഉപ്പേരിക്ക് നമ്മൾ വാഴച്ചുണ്ട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിന് കുടിവെള്ളം ഇതാണ് കേട്ടോ, കുടിവെള്ള സംഭരണി. അങ്ങനെ ഇത് നമ്മളുടെ കോർട്ട്യാർഡിലേക്ക് ഉള്ള, കോർട്ട്യാർഡും ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം 1 by 1 ആയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഷീറ്റ് ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം റൂമിലേക്ക് കൊച്ച് ഭയങ്കര വെളിച്ചടിക്കുമ്പോൾ ഉറക്കം ശരിയല്ലാത്തതുകൊണ്ട്. പിന്നെ മുകളിൽ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ലീക്കായിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ കൊണ്ട് നമ്മൾ ഷീറ്റ് ജസ്റ്റ് ഒന്ന് ചാരി വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ റബ്ബറിൻ്റെ ഉള്ളിലെ ഫുള്ള് കാട് വെട്ടിയിട്ട്, അത് ഇന്നലെ വെട്ടി തെളിച്ചാണ് മൊത്തം. റബ്ബർ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള അപ്ഡേറ്റ്സുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മുകളിലത്തെ ഇതെല്ലാം നമ്മുടെ തൊമ്മിച്ച് ഒരു ഹായ് പറയടാ, ഹായ് എന്ന് പറ. വായിൽ മൊത്തം എന്തോ ആണ്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നമ്മളുടെ ഈ എ-ഫ്രെയിം വീട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി 1 by 1 ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നമ്മളുടെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് A to Z ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ഈ കോട്ടയാട് കാര്യങ്ങളുള്ള അങ്ങനെയുള്ള പരിപാടികളെല്ലാം 1 by 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒരു എന്തെന്നാണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പട്ടിക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ വൈകാതെ ഇടുന്നതായിരിക്കും. അതിൻ്റെ കാരണങ്ങൾ എല്ലാം ഡീറ്റെയിൽഡായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെന്നാണ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.